മുൻ കരസേനാ ഉദ്യോഗസ്ഥനായ ബ്രിഗേഡിയർ സനൽകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബ്രിഗേഡിയർ സനൽകുമാർ, നിലവിലെ സാഹചര്യങ്ങളെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതോടൊപ്പം ഭാരതത്തിന്റെ തുടർ നീക്കങ്ങൾ എത്രത്തോളം നിർണായകവുമാകും? നിലവിലെ സാഹചര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് പോകുന്നത്. നമ്മളുടെ ഭാരതം പ്ലാൻ ചെയ്തിരുന്ന ഒരു വഴിയിൽ തന്നെയാണ് ഇതുവരെ നടന്നിട്ടുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. യുദ്ധത്തിൻ്റെ പുകമറയുള്ളത് കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് നമുക്ക് അറിയാൻ ഒക്കുന്നില്ല. അറിയേണ്ട കാര്യമല്ല. ഇപ്പോൾ യുദ്ധം ഒന്ന് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ ഒക്കുള്ളൂ. നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ട സമയമല്ല ഇത്. പക്ഷേ പാകിസ്ഥാൻ ഭരണകൂടം തന്നെ പലയിടത്തും അംഗീകരിച്ചിട്ടുണ്ട്. അവരെ ഒരുപാട് ഡാമേജസ് ഉണ്ടായെന്നും അവർക്ക് വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നും ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റിയോട് അവർ പറഞ്ഞതായിട്ട് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പാകിസ്ഥാൻ ഇനി എന്താണ് ചെയ്യുക, അല്ലെ അവർക്ക് എന്താണ് ഇനി ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് നമ്മളുടെ നോട്ടം. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരുന്നു, ഒരു 6-8 മാസം മുമ്പേ പാകിസ്ഥാൻ ഫൈനാൻഷ്യൽ അഫയേഴ്സ് ടാസ്ക് ഫോഴ്സിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. പാപ്പരാകാനുള്ള പടവിൽ എത്തി ഇൻ്റർനാഷണൽ ലെൻഡിങ് ഏജൻസീസ് അവരെ കൈപിടിച്ച് പൊക്കിയെടുത്തതാണ്, രക്ഷപ്പെടുത്തിയതാണ്. അവിടുന്ന് കിട്ടിയ ലോൺ IMFിൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയൊക്കെ ലോൺസ് കിട്ടിയത് അവരെവിടെ ചിലവാക്കി എന്നുള്ള കാര്യം ഇപ്പോൾ IMFും വേൾഡ് ബാങ്കും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതെവിടെയാണ് ചിലവാക്കിയത്, ഈ പ്രോജക്റ്റിന് കിട്ടിയ പൈസ എവിടെയാണ് ചിലവാക്കിയതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് എത്ര കാലം ഇത് സസ്റ്റെയിൻ ചെയ്യാനൊക്കെ എന്നുള്ളത് പാകിസ്ഥാന് പോലും അറിയില്ല എന്നാണ് എനിക്ക് എൻ്റെ വിശ്വാസം. അവർക്ക് പോലും ക്ലിയർ ആയിട്ട് അറിയില്ല. പിന്നെ ഇത് അവരുടെ കട്ടായോ? കേൾക്കാമോ? കേൾക്കാം സാർ, പറഞ്ഞോളൂ. കേൾക്കാമോ? കേൾക്കാം സാർ. ഓക്കെ, ഇടയ്ക്കൊരു ബീപ്പ് കേൾക്കുന്നുണ്ട്, അതായത് ചോദിച്ചാൽ. ഓക്കെ പറഞ്ഞോളാം. ബാക്കി ഇതിൽ ഇവർക്ക് വേറൊരു സമയം ഒരു യുക്രൈനിന് ഇവരുടെ ആർട്ടിലറി അമ്യൂണിഷൻ ഉണ്ടായിരുന്നത് അവർ കുറേ യുക്രൈനിന് വിറ്റു ഒരു സമയത്ത്. അത് പൈസ കിട്ടാനുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് അത് വിറ്റത്. ആ വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ തന്നെ ഒരു പാകിസ്ഥാൻ തന്നെ ഒരു അസസ്മെൻറ്റ് നടത്തിയിരുന്നു. ഇപ്പോൾ യുദ്ധത്തിന് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു 3-4 ദിവസത്തിൽ കൂടുതൽ ഉപയോഗിക്കാനുള്ള ആർട്ടിലറി അമ്യൂണിഷൻ ഇല്ല. ഇപ്പോൾ ഷെല്ലിംഗ് നടത്തുന്ന ആർട്ടിലറി അമ്യൂണിഷൻ ഉപയോഗിച്ചായിരുന്നു. ആ ആർട്ടിലറി അമ്യൂണിഷൻ അവർ തുർക്കിയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കാം എന്നാണ് എൻ്റെ അസസ്മെൻറ്റ്. ഒരു കപ്പൽ അടുത്തിരുന്നു, ഒരു യുദ്ധക്കപ്പൽ വന്നിരുന്നു, എന്തോ സാധനങ്ങൾ അൺലോഡ് ചെയ്തു കറാച്ചിയിൽ നിന്ന് എന്ന മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് പോസിബിളി ടർക്കിയിൽ നിന്ന് അവർ ഇമ്പോർട്ട് ചെയ്തിരിക്കാം. അങ്ങനെ അവർക്ക് സ്വന്തമായിട്ടൊരു ഇൻഡസ്ട്രിയൽ കേപ്പബിലിറ്റി അല്ലെ ഇത്രയും സസ്റ്റെയിൻ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്, അറിഞ്ഞുകൂടാ. അങ്ങനെ ഈ ബാക്ക്ഗ്രൗണ്ട് ഇരിക്കുന്നിടത്തോളം കാലം ഐ തിങ്ക് ഇപ്പം നമ്മൾ ഇന്ത്യ പ്ലാൻ ചെയ്ത വഴിയിൽ തന്നെയാണ് പോകുന്നത്. വളരെ ഒരുപാടൊക്കെ താമസമില്ലാതെ ഇത് തണുക്കും എന്നാണ് എൻ്റെ പക്ഷം. പാകിസ്ഥാൻ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് പലവിധ ഇൻ്റർനാഷണൽ ഏജൻസീസും വേറെ രാജ്യങ്ങളെ കൊണ്ടും പറയിപ്പിച്ച് ഇത് ഈ സിറ്റുവേഷൻ കൂളാക്കാൻ ഉള്ള ശ്രമം നടത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. പാകിസ്ഥാൻ എത്രയോ വർഷങ്ങളായി തുടരുന്ന ഈ പ്രവൃത്തിക്ക് അന്തിമമായൊരു പരിഹാരം വേണ്ടതല്ലേ? നമുക്കറിയാം, ഓരോ പ്രാവശ്യവും അവർ ഭാരതത്തെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നു, നമ്മൾ ശക്തമായ തിരിച്ചടി നൽകുന്നു, അതിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവർ അതിൽ നിന്ന് പിന്മാറുന്നു, വീണ്ടും അവർ അതേ നയം തന്നെ പിന്തുടരുന്നു. ഇത്തവണ എല്ലാ സീമകളും കടന്നിരിക്കുകയാണ്, സഹിക്കാവുന്നതിലും അപ്പുറമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭാരതം ആ നിരപരാധികളുടെ ജീവന് വില കൽപ്പിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഭീകരവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് തകർത്തത്. പക്ഷേ തുടർന്നും പാക് സൈന്യത്തിന്റെ പ്രകോപനം നമ്മൾ കണ്ടതാണ്, അതിർത്തി ഗ്രാമങ്ങളിലടക്കം. അതിനെല്ലാം തക്കതായ മറുപടി ഭാരതം നൽകുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ശാശ്വതമായ പരിഹാരം ഈ വിഷയത്തിൽ വേണ്ടതല്ലേ? കൃത്യമായ ഒരു തിരിച്ചടി, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവരുടെ തലയ്ക്ക് തന്നെ, അവരുടെ പത്തിക്ക് തന്നെ, വിഷലിപ്തമായ അവരുടെ പത്തിക്ക് തന്നെ ഒരു കനത്ത പ്രഹരം നൽകി ഇനി മേലാൽ ഭാരതത്തിലേക്ക് ഒരു തരത്തിലുള്ള ആക്രമണമോ ഭീകരവാദമോ അഴിച്ചുവിടരുത് എന്നുള്ളൊരു കനത്ത ശക്തമായ സന്ദേശം നൽകിക്കൊണ്ട് തന്നെയല്ലേ നമുക്ക് ഇതിലൊരു അവസാനം കണ്ടെത്തേണ്ടതുള്ളൂ? 10 തല അല്ലെങ്കിൽ 10,000 തലയുള്ള രാവണനാണ് പാകിസ്ഥാൻ്റെ മിലിറ്ററി അല്ലെങ്കിൽ മിലിറ്ററി ഇൻഡസ്ട്രി അല്ലെങ്കിൽ മിലിറ്ററി എലീറ്റ് എന്ന് പറയാവുന്ന ഗ്രൂപ്പ്. അവരാണ് ഈ ഭീകരരെ കുട്ടിക്കാലം മുതലേ ഇൻഡോക്ട്രിനേറ്റ് ചെയ്യുകയും അവരെ ഭീകരരായി വളർത്തി
പാലൂട്ടി ഭീകരപ്രവർത്തികൾക്ക് വിടുന്നതും എന്നിട്ട് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നതും അവരാണ്. ഈ ക്രെഡിറ്റ് എടുക്കുമ്പോൾ തന്നെ അവർക്ക് ചിലവില്ല എന്നുള്ള കാര്യം നമ്മളെല്ലാവരും മറക്കുന്നു. ഭീകരരെ ഉണ്ടാക്കിയെടുക്കുമ്പോഴുള്ള ചിലവ് മാത്രമേ അവർക്ക് വരുന്നു. അതും നല്ലൊരു മതത്തിൽ വിശ്വസിച്ച് മതപരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, നല്ല കാര്യങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എടുത്താണ് ഇവരെ ഇതൊക്കെ ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പത്തി മുറിച്ച് കളഞ്ഞാൽ, ഒരു പത്തി ചെത്തിക്കളഞ്ഞാൽ, ഒരു തല വെട്ടിക്കളഞ്ഞാൽ ഈ തല ഇല്ലാതാവുന്നില്ല, ഈ വിഷം ഇല്ലാതാകുന്നില്ല. ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ട് ഇവരെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ഇവർക്ക് വേദന എടുക്കണം. ഒരു തല വെട്ടിയത് കൊണ്ട് മാത്രമായില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇവർക്ക് ഈ വിഷം വളർത്തുന്നവർക്ക് വേദന കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കിട്ടണം. അതിനുള്ള പ്രവൃത്തി നമ്മൾ ചെയ്താലേ ഇതിന് ഒരു എന്നാലും ശാശ്വത പരിഹാരമായിരിക്കില്ല, നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള പരിഹാരമേ ആവുള്ളൂ. ഈ ശാശ്വത പരിഹാരം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനെ നയിക്കുന്ന, അല്ലെ പാകിസ്ഥാൻ്റെ പോളിസീസ് ഗൈഡ് ചെയ്യുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ്, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എൻറ്റൈറ്റിൽഡ് ആയിട്ടുള്ളവർക്ക്, ഈ വലിയ ഭൂവുടമകളായിട്ടുള്ള, വലിയ സൈനികരും വലിയ മിലിറ്ററിയും വലിയ ഉദ്യോഗസ്ഥരുമായിട്ടുള്ളവർ, അവരാണ് പാകിസ്ഥാൻ്റെ പോളിസിയും പാകിസ്ഥാൻ്റെ ജനത്തെ ഒരു അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവരുടെ പേരിൽ ധനം ആർജിക്കുന്നത്. ഇവരെല്ലാവരും തന്നെ ഈ മാനേജ് ചെയ്യുന്ന ഗ്രൂപ്പ്, പാകിസ്ഥാൻ്റെ പോളിസി ഫോർമുലേഷൻ ഗ്രൂപ്പുകൾ എല്ലാവരും തന്നെ ഡുവൽ സിറ്റിസൺഷിപ്പ് ഉള്ളവരാണ്. അവർക്ക് എല്ലാവർക്കും തന്നെ വിദേശങ്ങളിൽ ധനം അല്ലെ അസറ്റ്സ് ഉള്ളവരാണ്. ഇവർക്ക് പാകിസ്ഥാനി ജനതയെ ചൂഷണം ചെയ്യുന്നതിൽ കൂടുതൽ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ല പാകിസ്ഥാനിൽ. അതാണ് പാകിസ്ഥാനിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും മനസ്സിലാക്കാത്തത്. മനസ്സിലായി വരുന്ന ചില സ്ഥലങ്ങളിൽ അവരത് പ്രതിഷേധിക്കുന്നുണ്ട്. ഫോർ ഇൻസ്റ്റൻസ്, ഇപ്പം ബലൂചിസ്ഥാനിൽ ചെയ്യുന്നുണ്ട്. ബലൂചിസ്ഥാനെ പിഴിയുക, അല്ലെ ബലൂചിസ്ഥാൻ്റെ റിസോഴ്സസ് ഉപയോഗിച്ച് വേറെ എവിടെയും ചെയ്യുക, ബലൂചിസ്ഥാൻ ഒരു ഉപയോഗവും ചെയ്യാതിരിക്കുക, ഒരു കാര്യവും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ പോളിസി എന്ന് മനസ്സിലാക്കിയിട്ടാണ് ബലൂച്ച് ലിബറേഷൻ ആർമി ബലൂച്ചികളുടെ സപ്പോർട്ട് കിട്ടുന്നത്, അവർക്ക് അത്രയും ബലൂച്ചികളുടെ സപ്പോർട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അവർക്ക് എൻറ്റൈറ്റിൽഡ് ആയിട്ടുള്ള വെള്ളം, കനാലിൽ നിന്ന് പോകേണ്ട ഈ ഇൻഡസ് വാട്ടറിൻ്റെ തന്നെ വെള്ളം കിട്ടേണ്ടതായിട്ടുള്ള ലോവർ റൈപ്പേറിയൻ പ്രോവിൻസ് ആയിട്ടുള്ള സിന്ധിൽ വെള്ളം കിട്ടാതെ വന്നപ്പോഴാണ് സിന്ധികൾ പ്രതിഷേധിക്കുന്നത്. അങ്ങനെ ഒരു പഞ്ചാബി ഡോമിനൻസ് അല്ലെങ്കിൽ ഒരു പഞ്ചാബി എലീറ്റ് ഡോമിനൻസ് ഉള്ളൊരു രാജ്യമാണ് പാകിസ്ഥാൻ. അതും ഇവർ നടത്തുന്ന മുഴുവൻ ജനത്തിൻ്റെ ഫേവറിലായിട്ടല്ല, എലീറ്റിൻ്റെ ഫേവറിലായിട്ടാണ്. അല്ലെ ഈ ഒരു വളരെ മിനിസ്കുലായിട്ടുള്ള എലീറ്റിൻ്റെ ഫേവറിലായിട്ടാണ് എല്ലാ പോളിസീസും ഡയറക്റ്റഡ് ആയിട്ടുള്ളത്. അത് മനസ്സിലാക്കിക്കണം, ജനത്തെ മനസ്സിലാക്കിക്കണം. അത് ലംഘിച്ച് അവർക്ക് ചീപ്പായിട്ട് ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞ് ഭീകരവാദം ചെയ്യുമ്പോഴെല്ലാം അവരെ വേദനിപ്പിക്കാൻ നോക്കണം, പെയിൻ ഇൻഫ്ലിക്റ്റ് ചെയ്യാൻ നോക്കണം. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു നല്ല അയൽക്കാരൻ ആവില്ല എന്നുള്ള വാശിയുള്ളവരെ നല്ല അയൽക്കാരനാക്കാൻ കഴിവുണ്ടാവണം, എന്നാലേ പറ്റുള്ളൂ. പക്ഷേ ബ്രിഗേഡിയർ സനൽകുമാർ, നമുക്കറിയാം കാലങ്ങളായി ഒരു നല്ല അയൽക്കാരനല്ല എന്ന് മാത്രമല്ല, ഭാരതത്തിൻ്റെ ഉയർച്ചയിൽ അസൂയാലുവായ, നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു അയൽക്കാരനായി പാകിസ്ഥാൻ എത്രയോ വർഷങ്ങളായി തുടരുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അവിടെയുള്ള സൈനിക ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ തീവ്രവാദികളെ പാലൂട്ടി വളർത്തുന്നതും ഭാരതത്തിൻ്റെ അതിർത്തികളിലൂടെ നുഴഞ്ഞുകയറ്റം അടക്കമുള്ള കാര്യങ്ങൾ പരിശീലിപ്പിക്കുന്നതും ഭാരതത്തിനകത്തേക്ക് കടത്തിവിട്ട് ഭാരത മണ്ണിൽ തീവ്രവാദി ആക്രമണങ്ങൾ നടത്താൻ പരിശീലനം നൽകുന്നതും അതിന് വേണ്ടുന്ന പ്രേരണ നൽകുന്നതുമൊക്കെ. അത് കഴിഞ്ഞ് തികച്ചും ഇത്തരമൊരു ആക്രമണം വന്നു കഴിഞ്ഞാൽ കൈയൊഴിയുകയും അതൊരു തീവ്രവാദി ആക്രമണമാണ്, തങ്ങൾക്കതിൽ പങ്കില്ല എന്നുള്ള തരത്തിൽ നിഷ്കളങ്കത ചമയുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാലാകാലങ്ങളായി കാണുകയാണ്. താങ്കൾ പറഞ്ഞതുപോലെ കനത്ത വേദന അവർക്ക് ഉണ്ടാകണമെങ്കിൽ ആദ്യം ഇത്തരത്തിൽ അവർ പാലൂട്ടി വളർത്തുന്ന ഈ ഭീകരവാദ നഴ്സറികളെ ഉന്മൂലനം ചെയ്യുക എന്നല്ലേ? ഭാരതത്തിൻ്റെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നടത്തിയ ആദ്യ ആസൂത്രിത നീക്കവും അതുതന്നെയായിരുന്നല്ലോ. 9 ജയ്ഷെ കേന്ദ്രങ്ങളാണ് തകർത്തത്. കൊടും ഭീകരവാദികളടക്കം അവിടെ മരണപ്പെടുകയും ചെയ്തു. അതായത് ഇനിയും നമ്മൾ ഇത്തരത്തിലുള്ള പ്രവണതകൾ വച്ചു പൊറുപ്പിക്കില്ല എന്നുള്ള സന്ദേശം നൽകി തുടർ ആക്രമണങ്ങൾ ഈ കേന്ദ്രങ്ങളിലടക്കം നടത്തണം എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? എന്തു പെട്ടെന്നാണ് സൈനിക നേതൃത്വം ഇപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ അതിർത്തിയിലേക്കുള്ള തിരിച്ചടി നടത്തിയിരിക്കുന്നത്? ഭാരതം ഇപ്പോൾ കനത്ത തിരിച്ചടി നൽകുന്നുണ്ടെങ്കിൽ പോലും ഈ തീവ്രവാദികളും സൈനികരുമായിട്ടുള്ള ബന്ധം, സൈനികരെ
തീവ്രവാദികളെ ഉപയോഗിച്ച് സൈനികർ മുന്നേറുന്ന കുതന്ത്രം, ഇതിനെയൊക്കെ ഒരു തടയിടേണ്ടതിൻ്റെ ആവശ്യം, ഇത് തന്നെയല്ലേ ഏറ്റവും ഉചിതമായ അവസരം? ഇതിനൊരു പരിഹാരം താങ്കൾ പറഞ്ഞതുപോലെ അവർക്ക് വേദനിക്കത്തക്ക രീതിയിൽ അവർ ഈ ഭാരതത്തിന് നേരെ ഇനിയൊന്ന് കൈ ഉയർത്താൻ ധൈര്യപ്പെടാത്ത രീതിയിലേക്ക് അവരെ തച്ചു തകർക്കേണ്ടത് നമുക്ക് ഈ അവസരത്തിൽ അങ്ങേയറ്റം അനിവാര്യമായ ഒരു ഘടകം തന്നെയല്ലേ? ഏതു തരത്തിലുള്ള സമവായത്തിനും ഒത്തുതീർപ്പിനും ഒന്നും നിൽക്കാതെ ഭാരതം ശക്തമായ ഒരു തിരിച്ചടി നൽകിക്കൊണ്ട് ഇനി മേലാൽ ഭാരതത്തിന്റെ നേർക്കൊരു ചൂണ്ടുവിരൽ പോലും ഉയരരുത് എന്നുള്ളൊരു സന്ദേശം നൽകേണ്ടുന്ന ഏറ്റവും ഉചിതമായ അവസരം ഇത് തന്നെയല്ലേ? ആണ്. ഇതിലൊരു കാര്യമേ ഉള്ളൂ, നമ്മൾ ഈ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് പാകിസ്ഥാൻ, ഇവർ പാകിസ്ഥാനെ ഇല്ലാതാക്കുകയാണെങ്കിൽ അവിടെ പൊതുജനത്തെ എന്ത് ചെയ്യും? അവർക്ക് ഇതിൽ ഭാഗമില്ലാത്ത, ഈ പാപങ്ങളിലൊന്നും പാപമില്ലാത്ത പൊതുജനത്തെ നമ്മൾ വഴിയോ തെരുവിലാക്കുകയാണ് ചെയ്തത്. അവരെ നോക്കുന്നവരാരുമില്ല. ഈ പാപമംഗലങ്ങളായ കൈകളുള്ളവരെല്ലാവരും തന്നെ വിദേശത്ത് പോയി അവരവരുടെ ഫ്ലാറ്റിലും അവരവരുടെ ലക്ഷറി വീടുകളിലും താമസിക്കും. അവർക്ക് അവിടെയെല്ലാം സിറ്റിസൺഷിപ്പ് ഉണ്ട്, അവർക്ക് അവിടെ അസറ്റ്സ് ഉണ്ട്, അവർക്ക് പൈസ ഉണ്ട്. ആഫ്റ്റർ ഓൾ ജനറൽ മുഷറഫ് 3 വർഷം ദുബായിൽ പോയി താമസിച്ചത് ആര് പൈസ കൊടുത്തിട്ടാണ്? പാകിസ്ഥാൻ ആർമി വാടക കൊടുക്കലായിരുന്നല്ലോ, സ്വന്തം പൈസയല്ലേ താമസിച്ചത്. ലണ്ടനിൽ 2 ഫ്ലാറ്റുണ്ട് അദ്ദേഹത്തിനടുത്ത് പറയുന്നു. ആ 2 ഫ്ലാറ്റും പാകിസ്ഥാൻ ആർമിയുടെ അല്ല, അദ്ദേഹത്തിന് പാകിസ്ഥാൻ കൊടുത്ത ധനം കൊണ്ട് അദ്ദേഹം സ്വയം വാങ്ങിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളിലും ഇതൊക്കെ പാകിസ്ഥാനിലെ ബഹുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഉള്ള ഒരു എഫർട്ടാണ് ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടത്. ഇത് ഈ 70-78 വർഷമായിട്ട് നമ്മൾ പാകിസ്ഥാനെ ഒരുപാട് ദാക്ഷിണ്യത്തോടെയാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. സാരമില്ല, അവരും പാവകളല്ലേ, അവർക്ക് നമ്മുടെ ആൾക്കാരല്ലേ, നമ്മുടെ രക്തമല്ലേ, ഒരേ രക്തത്തിൽ നിന്നുണ്ടായതല്ലേ എന്നൊക്കെയുള്ള എക്സ്പ്ലനേഷൻസാണ് നമ്മൾ പലപ്പോഴും ചെയ്തിട്ടുള്ളത്. ആ ദാക്ഷിണ്യത്തിൻ്റെ സമയം ഇനി ഉണ്ടാവരുത് എന്നാണ് എൻ്റെ പക്ഷം. അതായത് അവർക്ക് ഇത് നല്ലോണം ബോധ്യം വരണം. അതായത് നല്ലൊരു അയൽക്കാരനാവണമെന്നുണ്ടെങ്കിൽ ഈ പരിപാടികളൊന്നും ഇനി നമ്മൾ സഹിക്കില്ല എന്നുള്ള കാര്യം നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കുകയാണ്. അതെ, തീർച്ചയായും അയൽക്കാരെ ആക്രമിക്കുന്ന പതിവ് ഭാരതത്തിനില്ല. പക്ഷേ ഭാരത മണ്ണിൽ കടന്നുകൊണ്ട് ഭാരത പൗരന്മാർക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ അതിന് തക്കതായ മറുപടി നൽകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല എന്ന് തന്നെയാണ് ഭാരതം കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി നൽകിക്കൊണ്ടിരിക്കുന്ന മറുപടി പാകിസ്ഥാന്.